ഹലോ ഗൈസ്, ഈ ഒരു പുഡിങ് കണ്ടിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ തോന്നിയോ? എന്നാൽ ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നി. അപ്പോൾ ഞങ്ങളും ഉണ്ടാക്കി മാംഗോ പുഡിങ്. ഞങ്ങൾ എന്ന് പറയുന്നത് ആരാന്നല്ലേ, വേറെ ആരുമല്ല ഗൈസ്. ഇന്ന് എൻ്റെ വീഡിയോക്ക് സഹായിക്കാൻ വേണ്ടി വന്നത് എൻ്റെ സ്വന്തം അസിസ്റ്റൻ്റ് ആയിട്ടുള്ള എൻ്റെ സിസ്റ്ററാണ്. അവളെന്നെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി മാംഗോ പുഡിങ് ഞാൻ വിചാരിച്ചതിനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന്. അപ്പോൾ നമ്മളതേ അവൾ തന്നെയാണ് ഇപ്പോൾ മാംഗോ കട്ട് ചെയ്തിരുന്നത്. അവൾ പറയാ അവൾക്ക് നല്ല പ്രൊഫഷണലായിട്ട് മാംഗോ കട്ട് ചെയ്യാൻ അറിയാമെന്ന്. അപ്പോൾ എങ്ങനെ എവിടെയും നിങ്ങൾ മാംഗോ കട്ട് ചെയ്തെടുത്തോ? അവളിതേ ഇപ്പോൾ മാംഗോ നന്നായിട്ട് അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ 2 മാങ്ങയും ഇതുപോലെ അവൾ കട്ട് ചെയ്ത് പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചിടണം. അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കണം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കണം. കട്ട് ചെയ്ത് വെച്ചത് നല്ല ഭംഗിയിലാണെങ്കിൽ മിക്സിയിലോട്ട് ഇട്ട് വന്നപ്പോൾ ഈ ഒരു പരുവായി പോയി. അത് നമ്മൾ നോക്കണ്ട. ഇതിലോട്ട് നമ്മൾ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കുന്ന സമയം ഉണ്ടാക്കുക. വേറൊരു പരിപാടി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതുപോലെ തന്നെ കുറച്ച് പാലും കൂടി അതിലോട്ടൊഴിച്ച് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് നമ്മൾ മിക്സാക്കി എടുക്കണം. ഈ മിക്സ് ചെയ്ത് വെച്ചത് നമുക്ക് മാറ്റി വെക്കണം. ഇപ്പോഴേ നമ്മൾ നേരത്തെ അരയ്ക്കാൻ പോയ മാങ്ങയില്ലേ, അത് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി വെക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ നമ്മൾ അടുപ്പിലോട്ട് വെക്കണം. നോൺ സ്റ്റിക്ക് പാൻ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത മിക്സ് നമ്മൾ ഇതിലോട്ട് പതിയെ ചേർത്ത് കൊടുക്കണം. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങുന്നത്. ഈ പരിപാടിയുടെ ഏറ്റവും അവസാനം വരെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇളക്കലാണ്. ഇതിൻ്റെ ഇളക്കുന്നതനുസരിച്ചിരിക്കും നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ടെക്സ്ചറും. അപ്പോൾ നന്നായിട്ട് നമ്മളിനി തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി നമ്മളത് തിളക്കുന്നവരെ കൈ അനക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഗായ്സ്. ഞാനും അവളും മാറി ഇളക്കി അവസാനം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറും പാലും അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇളക്കണം. ഇതിൻ്റെ മെയിൻ പരിപാടി ഞാൻ പറഞ്ഞില്ലേ, ഇളക്കൽ തന്നെയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ. അവസാനം വരെ നമ്മൾ ഇളക്കി ഈ കോൺഫ്ലവർ ആ മാങ്ങ മിക്സി കടന്ന് നന്നായിട്ട് മിക്സായിട്ട് നന്നായിട്ട് വെന്ത് വരണം. ഈ കോൺഫ്ലവറിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുന്തോറും അതിൻ്റെ ടെക്സ്ചർ മാറിയിരുന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് നന്നായിട്ട് കുറുകി നല്ലൊരു പരുവാകുമ്പോഴേക്കും നമ്മൾ തീ ഓഫ് ചെയ്യണം. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവാകുമ്പോഴേക്കും നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നമുക്കിനി പുഡിങ് സെറ്റ് ചെയ്യും. അതിനോട്ട് ഞാനവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബട്ടറോ ഗീയോ എന്തെങ്കിലും അതിലൊന്ന് പുഡിങ് പെട്ടെന്ന് വരാൻ വേണ്ടി നമ്മൾ തൂത്തുകൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കണം. ഇപ്പോൾ പുഡിങ്ങിൻ്റെ മിക്സ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ഫോയിൽ പേപ്പർ വെച്ച് ഇതൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചൂട് ചെറുതായിട്ട് മാറിയതിന് ശേഷമാണ് നമ്മൾ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യുന്നത്. ഇനി നമുക്കിത് നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ്. 3 മണിക്കൂറിന് ശേഷം നമ്മൾ പുഡിങ് പുറത്തെടുത്തിട്ടുണ്ട്. പുഡിങ്ങിൻ്റെ അവസ്ഥ എന്നാൽ നമുക്ക് നോക്കണ്ടേ. ഇതുവരെ എല്ലാം വളരെ പെർഫെക്റ്റും ശരിയുമായിരുന്നു. ഇതുപോലെയാണ് ഞങ്ങൾ മാംഗോ പുഡിങ് പ്രതീക്ഷിച്ചതെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയത് ഇങ്ങനെയാണ് ഗായ്സ്. പുഡിങ് നമ്മൾ സെറ്റായിട്ട് പാത്രത്തിലോട്ട് ഒഴിച്ചപ്പോൾ സൂപ്പ് പോലെ ആയിപ്പോയി. പുഡിങ് പ്രതീക്ഷിച്ച നമുക്ക് ഒരു സൂപ്പാണ് കിട്ടിയെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ടെക്സ്റ്റൈൽ മാത്രം ഫ്ലോപ്പായി പോയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സ്വന്തം റിസ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം. എന്നിട്ട് കമൻറ്റും ഫീഡ്ബാക്കും അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്